ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. വേടനെതിരെ ഇപ്പൊ പുതിയ കേസ് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ പലരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. എന്താണെങ്കിലും ആ ഒരു ന്യൂസ് ഫസ്റ്റ് പ്ലേ ചെയ്തിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. റാപ്പ് ഗായകൻ വേടനെതിരെ ബലാത്സംഗ കേസ്. കോട്ടയം സ്വദേശിനിയുടെ പരാതിയിലാണ് കേസെടുത്തത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നാണ് പരാതി. പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് കൂടുതൽ തെളിവ് ശേഖരിക്കാനുള്ള നടപടി തുടങ്ങി. കൊച്ചിയിൽ നിന്ന് ബിന്നിൽ ചേർന്ന് വിശദവിവരങ്ങളുമായി. ബിന്നിൽ, ഗുഡ് മോർണിംഗ്. വീണ്ടും വേടനെതിരെ ഒരു കേസ് കൂടി വരികയാണ്. എന്താണ് പരാതിയിൽ പറയുന്നത്? സംഭവം നടന്നു എന്ന് പറയപ്പെടുന്നത് ഏത് കാലഘട്ടത്തിലാണ്? വിശദ വിവരങ്ങൾ എന്ന് മോത്തി, വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് വരുന്നത്. റാപ്പർ വേടനെതിരെ റേപ്പ് കേസ് ചുമത്തിയിരിക്കുന്നു. എറണാകുളം തൃക്കാക്കര പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കോട്ടയം സ്വദേശിനിയായ ഒരു ഡോക്ടറുടെ പരാതിയിലാണ് ഇപ്പോൾ എഫ്ഐആർ വന്നിരിക്കുന്നത്. 2 വർഷം മുൻപ് തന്റെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നാണ് ഈ യുവതിയുടെ മൊഴി. ആ മൊഴി വിശദമായി ഇന്നലെ രേഖപ്പെടുത്തി. ഇത് 2 വർഷം മുന്നത്തെ കേസാണ്. ഈ അടുത്ത് നടന്നതല്ല. 2 വർഷം മുന്നേ ആണെങ്കിലും 10 വർഷം മുന്നേ ആണെങ്കിലും ഒരു ക്രൈം ചെയ്തു കഴിഞ്ഞാൽ അത് ക്രൈം തന്നെയാണ്. ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാൽ പോലെ ഇവിടെ നിങ്ങൾ ഇനി നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വിവാഹ വാഗ്ദാനം കൊടുത്ത് ഇങ്ങനെ ചെയ്തൊരു കാര്യമാണ് വിവാഹ വാഗ്ദാനം. സുപ്രീം കോടതിയിൽ നിന്ന് ഈ അടുത്ത് വന്നിട്ടുണ്ടായിരുന്ന ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അതിനെപ്പറ്റിയിട്ടൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോക്കകത്തോടെ സംസാരിക്കാം. ഇതിന്റെ വേടന്റെ ഒരു വെർഷൻ എന്താണ് എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. ഇതിനകത്ത് ആ ഒരു പെൺകുട്ടിയുടെ മൊഴിക്കകത്തുള്ള കാര്യങ്ങളൊക്കെ പുറത്തോട്ട് വന്നിട്ടുണ്ട്. പിന്നെ വേടനെ കുറിച്ചിട്ട് പല കാര്യങ്ങളും നമ്മൾ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്ന് വെച്ച് വേടൻ എന്ത് ചെയ്താലും നമ്മൾ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതൊന്നുമല്ല. പക്ഷെ ഇതിനകത്തിൽ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വിവാഹ വാഗ്ദാനം കൊടുത്ത് ചെയ്തൊരു കാര്യമാണ്. ആൻഡ് ഇതിനകത്ത് ഈ പെൺകുട്ടിയുടെ മൊഴി പറയുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ആൻഡ് ഇത് പല ആളുകൾക്കും ഭയങ്കരമായിട്ട് ആഘോഷിക്കാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ്. പിന്നെ 2 വർഷം മുന്നേ ഉള്ള ഒരു കാര്യം ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ആ ഒരു പെൺകുട്ടി സ്വമേധയാ തോന്നിയിട്ട് വന്നതാണെങ്കിലൊക്കെ നമ്മൾ ആ ഒരു പെൺകുട്ടി അങ്ങനെ വന്ന കാര്യത്തേക്ക് നമ്മൾ റെസ്പെക്ട് ചെയ്യണം. ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥയാണ് അല്ലെ. അപ്പൊ ഏതൊരാളാണെങ്കിലും അതൊക്കെ അവർക്ക് മാത്രമേ ആ ഒരു കാര്യത്തിലൂടെ കടന്നു പോയിട്ടുള്ളത് അവർക്കായിരിക്കും ഇതിനെപ്പറ്റി കൂടുതലായിട്ട് സങ്കടവും ദുഃഖവും ഒക്കെ ഉണ്ടാവുക അല്ലെ. അതല്ലാതെ വേറെ ആരെങ്കിലും ഒക്കെ ഇതിന്റെ പിന്നീട് ഇങ്ങനെ കുത്തിപ്പൊക്കാനെ കൊണ്ടൊക്കെ വന്നിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയത്തില്ല. എന്തായാലും ആ ഒരു പെൺകുട്ടി മൊഴിയിൽ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. 2021 ഓഗസ്റ്റ് മാസത്തിലാണ് വേടനുമായി പരിചയപ്പെടുന്നത്. വേടന്റെ ചില ആൽബങ്ങളും പാട്ടുകളും ഒക്കെ കണ്ട ഇൻസ്റ്റാ പേജിലൂടെ താൻ വേടന് ഒരു മെസ്സേജ് അയക്കുകയായിരുന്നു. വേടന്റെ ചില അഭിമുഖങ്ങളിലെ തിരുത്തലുകളൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടായിരുന്നു താൻ മെസ്സേജ് അയച്ചത്. അതൊരു പരിചയമായി തന്നോട് പരിചയപ്പെടണം എന്നാവശ്യപ്പെട്ടു. അതനുസരിച്ച് 2021 ഓഗസ്റ്റ് മാസം ഉച്ചയ്ക്ക് 1 മണിക്ക് കോഴിക്കോട് താൻ താമസിച്ചിരുന്ന സ്ഥലത്ത് വേടൻ വന്നു. അവിടെ അന്ന് തറയിൽ ഒരു ബെഡ് ഇട്ടാണ് ഇരുന്നത്. അവിടെ വെച്ച് തന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നു. ആ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്റെ അനുമതിയില്ലാതെ തന്നെ ചുംബിച്ചു എന്നുള്ളതാണ് ഈ യുവതി പരാതിയിൽ പറയുന്നത്. വേടൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. ഈ പറയുന്നത് സത്യമാണെന്നുണ്ടെങ്കിൽ വേടൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. കാര്യം അനുവാദമില്ലാതെ ഒരാളുടെ ശരീരത്തിൽ തൊടാനെ കൊണ്ട് പാടില്ല. അപ്പം ഇവരുടെ അനുവാദമില്ലാതെ ശരീരത്തിൽ തൊട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? പ്രതികരിക്കുക എന്നുള്ളൊരു കാര്യമാണ് അല്ലെ. അതല്ലെങ്കിൽ വീണ്ടും ആ ഒരു വ്യക്തിയുടെ അടുത്ത്, നമ്മുടെ അനുവാദം ഇല്ലാതെ നമ്മുടെ ശരീരത്തിൽ തൊടുന്ന ഒരാളുടെ അടുത്ത് പിന്നീട് നമ്മൾ അങ്ങനെ മുന്നോട്ട് പോകാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ ഈ ഒരു പെൺകുട്ടി എന്താ ചെയ്തെന്നുള്ളത് ഇതിനകത്ത് പറഞ്ഞുകൊണ്ട് നമുക്കൊന്ന് കേൾക്കാം. ശേഷം അതൊരു ബലാത്സംഗത്തിലേക്ക് പോയി. തുടർന്ന് 3 ദിവസം തന്നോടൊപ്പം അന്ന് വേടൻ അവിടെ താമസിച്ചു. മാത്രമല്ല ഇത്തരത്തിൽ പിന്നീട് 3 ദിവസം ആ പെൺകുട്ടിയുടെ ഒപ്പം ആണെങ്കിൽ ഇതേ വേടനാണെങ്കിൽ താമസിക്കുകയും ചെയ്ത്. ഡോക്ടറാണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. 3 ദിവസം പിന്നീട് താമസിക്കുകയും ചെയ്തു. ഫസ്റ്റ് ഇതുപോലെ സമ്മതമില്ലാതെ തന്റെ ശരീരത്തിൽ തൊട്ടു, ബലാത്കാരമായിട്ട് ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ആ സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റൂല. കാര്യം നമ്മളെക്കാട്ടിൽ ബലം കൂടുതൽ അയാൾക്കാണെങ്കിൽ നമുക്ക് അവിടെ പെട്ടുപോകുക എന്നുള്ളൊരു അവസ്ഥയായിരിക്കും നമ്മൾ നിൽക്കുക. പക്ഷെ അതിനുശേഷം 3 ദിവസം കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഇതിന്റെ ഇടയ്ക്കൊന്നും തോന്നിയില്ല ഇതൊക്കെ ബലാത്കാരമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണെന്നും സമ്മതമില്ലാതെ ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ഇത്രയും നാളുകൾക്ക് ശേഷമാണ് ഇതിനെപ്പറ്റിയുള്ള ഒരു ബോധോദയം ഉണ്ടാകുന്നത്. സന്ദർഭങ്ങളിലായി തന്നെ ഇത്തരത്തിൽ വേടൻ പീഡിപ്പിച്ചിട്ടുണ്ട്. അത് കോഴിക്കോട്ട് വെച്ച് മാത്രമല്ല കൊച്ചിയിലെ തന്റെ താമസ സ്ഥലത്ത് വെച്ചും ഏലൂരിലെ തങ്ങളുടെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ വെച്ചും വേടൻ തന്നെ ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. മാത്രമല്ല ഇത്രയും സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴാണ് ഇതൊക്കെ മനസ്സിലാവുന്നത്. ഓക്കെ, ഫസ്റ്റ് 3 ദിവസം ഒരുമിച്ച് അവിടെ താമസിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കോഴിക്കോട് പോയി, കൊച്ചിയിൽ പോയി, ഇങ്ങനെ പല സ്ഥലങ്ങളിൽ മാറി മാറി പോകുമ്പോഴും ഇതൊന്നും ആ സമയത്ത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഒന്നുമല്ലെങ്കിൽ ഒരു ഡോക്ടർ അല്ലേ? ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾക്ക് സങ്കടം ഉണ്ടാക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല. എന്നാലും ഇത് ജെന്യുവൻലി തോന്നുന്നൊരു ചോദ്യമാണ്. ഇപ്പൊ ഇതേ രീതിയിൽ ഇപ്പോൾ ഒരു ആൺകുട്ടിക്കാണെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലായിട്ട് അവിടുന്ന് പിരിയുന്ന ടൈമിൽ ആ പെൺകുട്ടിക്കെതിരെ പോയിട്ട് ഇതുപോലെ ഒരു കേസ് കൊടുക്കാമല്ലോ. ഫിസിക്കലി ഈ റിലേഷൻഷിപ്പിലാകുമ്പോൾ ഫിസിക്കലി ഇതാവും, കോണ്ടാക്റ്റിലാവും, ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കും. അതിനുശേഷം ആ ഒരു പെൺകുട്ടി ബ്രേക്കപ്പ് പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ ആൺപിള്ളേർക്ക് പോയിട്ട് ഇതുപോലെ നമ്മളെ ആണെങ്കിൽ വിവാഹ വാഗ്ദാനം തന്നിട്ട് നമ്മളെ ഇതുപോലെ ചെയ്തു എന്ന് പറഞ്ഞു നമുക്ക് കേസ് കൊടുക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ മീഡിയാസ് ഇതുപോലെ ആഘോഷിക്കൂ. ബാക്കിയേക്കാം. സാമ്പത്തികമായി വേടനുമായി ചില ഇടപാടുകൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് വേടൻ ഇത്ര സാമ്പത്തിക ശേഷിയൊന്നുമുള്ള ആളായിരുന്നില്ല. പക്ഷേ ആ സമയത്ത് 2021 ഡിസംബർ മുതൽ 2023 വരെയുള്ള കാലഘട്ടങ്ങളിൽ പലപ്പോഴായി വേടൻ തന്റെ മക്കളിൽ നിന്ന് 31,000 രൂപ വാങ്ങിയിട്ട് അതിന്റെ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങളും ജിപേ വിശദാംശങ്ങളും ഒക്കെ തന്നെ ഇതിന്റെ ഭാഗമായി നൽകിയിട്ടുണ്ട്, അതിന്റെ തെളിവിന്റെ ഭാഗമായി നൽകിയിട്ടുണ്ട്. 2021 ഡിസംബർ 8-ാം തീയതി തനിക്ക് പാർട്ടി ഇറക്കാൻ പൈസ വേണം എന്ന് വേടൻ പറയുന്നു. അങ്ങനെ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ബാങ്കിന്റെ അക്കൗണ്ടിലേക്ക് താൻ 10,000 രൂപ ഇട്ടുകൊടുക്കുന്നു. അതേ 2021 ഡിസംബർ 19-ന്
വീണ്ടും കൂടുതൽ പണം വേണമെന്ന് ആവശ്യപ്പെടുകയും അന്ന് തന്നെ 5000 രൂപ കൊടുക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ആ കണക്കുകൾ പോകുന്നത്. മാത്രമല്ല 2021-23 കാലഘട്ടത്തിൽ ഏതാണ്ട് 16,000-ഓളം രൂപയാണ് താൻ ഇങ്ങനെ നൽകിയത്. മാത്രമല്ല ഇത്രയും പൈസയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു, ഇത് തട്ടിപ്പ് നടത്തി എന്നെ നിന്ന് പറ്റിച്ച് വാങ്ങിച്ചു എന്നൊക്കെ ആണോ ഈ പറയുന്നത്? എനിക്കറിയില്ല. റിലേഷൻഷിപ്പിലാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പലരും പൈസ ഒക്കെ കൊടുക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ ഇല്ലേ. ഇത് ആ സമയത്ത് ഇത് കൊടുക്കുമ്പോഴൊന്നും ഇതിനെപ്പറ്റിയിട്ടൊന്നും ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ കൊടുത്തേക്കുന്ന കുറെ കാര്യങ്ങളൊക്കെയാണ്. അതല്ല വേടൻ ഇന്റൻഷലി ഓക്കെ അവൾ പൈസ ഉള്ള ഒരു വ്യക്തിയാണ്, നമുക്ക് അവളെ അങ്ങ് മൂഞ്ചിച്ചേക്കാം എന്ന് വിചാരിച്ച് ചെയ്തൊരു കാര്യമാണെങ്കിൽ ഒരു രീതിയിലും വേടനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അത് വേടനല്ല ആരാണെങ്കിലും. പക്ഷെ അല്ലാതെ സ്നേഹത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ടുള്ള പൈസയൊക്കെയാണ് പിന്നീടാണെങ്കിൽ വന്നിട്ട് ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആരോപണം വരുമ്പോഴത്തേക്കിന് ഇതൊക്കെ സാധനങ്ങൾ വെച്ചിട്ട് സ്ക്രീൻഷോട്ടൊക്കെ കാണിച്ചിട്ട് ഇതൊക്കെ പറയുമ്പോൾ ഇതൊന്നും അന്ന് മനസ്സിലായില്ലേ എന്നുള്ളൊരു ചോദ്യമാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഏതൊരാൾക്കും തോന്നുന്നതാണ് കേട്ടോ. അങ്ങനെ മൊത്തം 31,000 രൂപ നൽകിയിട്ടുണ്ട്. മാത്രമല്ല 8,356 രൂപയ്ക്ക് താൻ വേടന് പലപ്പോഴായി ട്രെയിൻ ടിക്കറ്റ് എടുത്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു വിശദാംശങ്ങൾ കൂടി ഇതിന്റെ ഭാഗമായിട്ട് നൽകിയിട്ടുണ്ട്. ഇയാളും ഇയാളുടെ സുഹൃത്തുക്കളും, അതായത് വേടനും വേടന്റെ റാപ്പർമാരായ മറ്റു സുഹൃത്തുക്കളും അടക്കമുള്ളവർ തന്റെ ഫ്ളാറ്റിൽ വന്ന് താമസിച്ചിട്ടുണ്ട്. 2022 മെയ് 30-നാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവത്തെ കുറിച്ച് യുവതി പറയുന്നത്. അതായത് അന്ന് കൊച്ചിയിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ വേടൻ ഒരു മയക്കുമരുന്ന് ഉപയോഗിച്ചു എന്ന രീതിയിലാണ് തന്റെ അടുത്ത് വന്നത്. അന്ന് തന്നെ വളരെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു. തനിക്ക് ശാരീരികമായ വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. മാത്രമല്ല ഈ ഒരു കാര്യം മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടെന്ന് പറയുമ്പോഴത്തേക്കിന് ഇതിനു മുന്നേ വേടനാണെങ്കിലും സംഭവിച്ചിട്ടുള്ളതാണ്, ഇത് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്, ഇനി അത് ചെയ്യാതിരിക്കാൻ ശ്രമിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ. പക്ഷെ ഇത് 2 വർഷം മുന്നേ ഉള്ള ഒരു കാര്യമാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കൂടി 2 വർഷം മുന്നേ ആണെങ്കിലും 10 വർഷം മുന്നേ ആണെങ്കിലും ഒരു ക്രൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വർഷം മുന്നേ ഉള്ളതാണെങ്കിൽ അത് ക്രൈം തന്നെയാണ്, നിയമത്തിന്റെ മുന്നിൽ തെറ്റ് തന്നെയാണ് അല്ലെ. അവിടെ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് ക്രൂരമായിട്ട് ഫിസിക്കലി ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന് പറയുന്നത് ഈ സമയത്തൊക്കെ ആ ഒരു പെൺകുട്ടി ആലോചിക്കേണ്ടതല്ലേ? ഇത്രയും നാളുകൾക്ക് ശേഷമാണോ ഇതൊക്കെ ആലോചിക്കേണ്ടത്? അങ്ങനെ ചെയ്യുമ്പോഴാണെങ്കിൽ കൂടി ഫസ്റ്റ് ആണെങ്കിൽ സമ്മതമില്ലാത്ത ശരീരത്ത് തൊട്ടു, പിന്നീട് ഒരുമിച്ച് ആ വ്യക്തിയോടൊപ്പം 3 ദിവസം താമസിക്കുന്നു, അതിനുശേഷം കോഴിക്കോട് അവിടെ ഇവിടെ എല്ലാം പോകുന്നു, അതിനുശേഷം ഇയാൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരാളാണെന്ന് അറിയാം, എന്നിട്ട് അതിനുശേഷമാണെങ്കിൽ ക്രൂരമായിട്ട് ചെയ്തിട്ട് പിന്നെ അയാളോടൊപ്പം തുടരാമെന്ന് പറയുമ്പോഴത്തേക്കിന് എന്താണ് നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ ഒരു ഡോക്ടറല്ലേ? ഇതൊക്കെ ആ സമയത്ത് ആലോചിക്കേണ്ടുന്ന കാര്യങ്ങളല്ലേ? പിന്നെ അന്ധമായിട്ട് ഒരാളുടെ അടുത്ത് ഒരു പ്രണയം തോന്നുമ്പോൾ ഈ കാര്യങ്ങളൊന്നും പലപ്പോഴും ആൾക്കാർക്ക് ചിന്തിക്കാൻ പറ്റി എന്നുള്ളത് വരത്തില്ല. പക്ഷേ ഇപ്പം വേടന്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ക്രൂരമായിട്ട് ആ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു രീതിയിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇത്തരത്തിൽ അതിനുശേഷം വളരെ മോശമായ പെരുമാറ്റമാണ് ഈ വേടന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. തന്നെ ഒഴിവാക്കുകയാണ് എന്ന തോന്നൽ 2023 ജൂലൈ മുതലാണ് തനിക്ക് തോന്നി തുടങ്ങിയത് എന്നാണ് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് കൊച്ചി ലേ മെറിഡിയനിൽ വെച്ച ഒരു കോൺസെർട്ട് ഉണ്ടായിരുന്നു. അതിൽ താനൊപ്പം ഉണ്ടായിരുന്നു. തങ്ങളുടെ സുഹൃത്തുക്കളായ അഖിൽ, നിസാബുദ്ദീൻ അടക്കമുള്ള സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ഈ കോൺസെർട്ട് കഴിഞ്ഞ ശേഷം റൂമിലേക്ക് തങ്ങൾ വന്നു. പക്ഷേ അതിനുശേഷം വേടൻ വളരെ വൈകിയാണ് വന്നത്. അതിനുശേഷം വന്ന് തന്നോട് പറഞ്ഞത് നീ വളരെ ടോക്സിക് ആണ് എന്ന് തന്നോട് പറഞ്ഞു. എനിക്ക് ഒരുപാട് ബന്ധങ്ങളുള്ളയാളാണ്, പക്ഷെ നീ അതിനൊക്കെ തന്നെ തടസ്സം നിൽക്കുകയാണ്, എനിക്ക് ബന്ധവുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് തന്നോട് പരുഷമായി സംസാരിച്ചുകൊണ്ട് വേടൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത് എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. ഇപ്പോൾ ഇവര് പിരിയുന്ന ഒരു കാരണം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. തന്റെ അടുത്ത് ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോകാൻ താല്പര്യമില്ല, നീ ടോക്സിക് ആണ്, എനിക്ക് പല ബന്ധങ്ങളും ഉള്ളതാണ്, അതിന് നീ ഒരു തടസ്സമാവുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് വേടൻ അവിടെ ഒരു ഗുഡ് ബൈ പറയുന്നത്. ഇനി മറ്റുള്ളവരായിട്ട് ഈ ഒരു ബന്ധം എന്ന് പറയുമ്പോഴത്തേക്കിന് വേടന്റെ പ്രൊഫഷൻ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അപ്പം ആ ഒരു പ്രൊഫഷന്റെ ഭാഗമായിട്ട് പല ആൾക്കാരുമായിട്ട് ബന്ധം പുലർത്തേണ്ടതായിട്ട് വരും, പല ആൾക്കാരുമായിട്ട് കോൺടാക്റ്റിൽ ഇരിക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ളപ്പോൾ അത് തെറ്റായിട്ടുള്ള രീതിയിലോട്ട് പോകുന്നു എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ ഭാഗത്തായിരിക്കും ന്യായം. അതല്ല നോർമലായിട്ട് ഒരു പ്രൊഫഷന്റെ ഭാഗമായിട്ട് പോകുന്നു എന്നുണ്ടെങ്കിൽ അവിടെ ഈ ഒരു റിലേഷൻഷിപ്പ്, ഈ ഒരു ടോക്സിസിറ്റി അതിനൊരു തടസ്സമായിട്ട് മാറുന്നുണ്ടെങ്കിൽ അതിൽ നിൽക്കണോ വേണ്ടോ എന്ന് ആർക്കാണെങ്കിലും തോന്നൂലേ. ഇത് വേടൻ പറഞ്ഞ കാര്യമല്ല, ആ പെൺകുട്ടി തന്നെ പറഞ്ഞ കാര്യമാണ്. ഇത് കേൾക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു റിലേഷൻഷിപ്പിൽ ടോക്സിക് ആയിട്ട് ഒരു പാർട്ണർ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിന് അതുമായിട്ട് നിങ്ങൾ ഫിസിക്കലി ഇതുപോലെ കോണ്ടാക്റ്റിലായെന്ന് പറഞ്ഞാൽ കൂടി എന്തും ആയിക്കോട്ടെ, പിന്നീട് ആ ഒരു ബന്ധമായിട്ട് നമ്മൾ മുന്നോട്ട് പോകണോ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. പല റെഡ് ഫ്ലാഗുകൾ നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ ഈ ഒരു പറയുന്ന പെൺകുട്ടി അങ്ങനെ റെഡ് ഫ്ലാഗ് ആണോ എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഈ പെൺകുട്ടി അങ്ങനെ ടോക്സിക് ആണോ അല്ലയോ എന്നൊന്നും നമുക്ക് അറിയുന്ന കാര്യമല്ല. ഇവിടെ വേടൻ ഈ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഗുഡ് ബൈ പറഞ്ഞത് എന്നുള്ളതാണ് ആ ഒരു പെൺകുട്ടി മൊഴിയിൽ പറയുന്നത്. ഓക്കെ, ആ പെൺകുട്ടി അങ്ങനെയാണോ അല്ലയോ എന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല. അപ്പം ടോക്സിക് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ തുടരുക എന്നുള്ളൊരു കാര്യമല്ലല്ലോ ഒരിക്കലും ചെയ്യേണ്ടുന്നത്. സംസാരിച്ച എല്ലാ പ്രശ്നവും പരിഹരിക്കാം എന്ന് താൻ പറഞ്ഞെങ്കിലും താൻ പിന്നാലെ പോയി വിളിച്ചെങ്കിലും വേടൻ തിരിച്ചു വരാൻ തയ്യാറായില്ല. അതിനുശേഷം പിന്നീട് പലപ്പോഴായി താൻ ഫോൺ ചെയ്തു. പക്ഷേ ആ ഘട്ടങ്ങളിലൊന്നും തന്നെ വേടൻ ഫോൺ എടുക്കാൻ തയ്യാറായില്ല. ഇത് തന്നെ വലിയ ഡിപ്രഷനിലേക്ക് തന്നെ കൊണ്ടുപോയി. താൻ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട ചികിത്സയിലായിരുന്നു. അങ്ങനെ താൻ മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിലാണ് അടുത്തിടെ ഈ വേടന്റെ ഒരു ഇന്റർവ്യൂ കാണുകയും തന്റെ ആദ്യ പ്രണയത്തെക്കുറിച്ച് അടക്കം വേടൻ ഇതിൽ വളരെ വിശദമായി തന്നെ പറയുകയും ചെയ്തു. വേടൻ തന്നെ ചതിക്കുകയായിരുന്നു എന്ന് ബോധ്യപ്പെട്ടത് ആ ഒരു ഘട്ടത്തിലാണ്. തനിക്ക് വളരെ മാനസികമായി വളരെ ടെൻഷൻ ഉണ്ടാക്കി. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് താൻ ഇത്തരത്തിൽ പരാതിയുമായി പോലീസിനെ സമീപിക്കുന്നത്.
ആഗ്രഹിക്കുന്നതെന്നാണ് യുവതി ഈ മൊഴിയിലടക്കം പറഞ്ഞിരിക്കുന്നത്. അല്ല, ഈ ഇന്റർവ്യൂ ഒക്കെ ഇപ്പോഴാണോ കാണുന്നത്? ഇപ്പോഴാണ് ഇതിനെപ്പറ്റിയുടെ ആലോചിക്കുന്നത്? കാര്യം എന്ന് വെച്ചാൽ ആ പെൺകുട്ടിയുടെ ഇപ്പം എന്തായാലും ഏതൊരാൾക്കാണെങ്കിലും റിലേഷൻഷിപ്പിൽ അത്രത്തോളം ഇഷ്ടപ്പെട്ട ഒരാളുമായിട്ട് ബ്രേക്കപ്പ് ആകുമ്പോഴത്തേക്കിന് തീർച്ചയായിട്ടും ഈ പറയുന്ന മെന്റലി ഡിപ്രസ്ഡ് ആവും, നല്ല വിഷമവും സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പല ആൾക്കാർക്കും അതിനുവേണ്ടി ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതായിട്ട് വരും. പക്ഷേ പിന്നീട് തന്നെ ചതിക്കുകയായിരുന്നു എന്നൊക്കെ ഇത്രയും നാളും സമ്മതമില്ലാതെ ശരീരത്ത് തൊട്ടപ്പോഴും മയക്കുമരുന്ന് ഉപയോഗിച്ച് ക്രൂരമായിട്ട് അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ പോലും അന്നേരം ഒന്നും തോന്നാത്ത ഒരു തിരിച്ചറിവാണോ പിന്നീട് ഒരു ഇന്റർവ്യൂവിനകത്ത് വന്ന് പറയുമ്പോഴാണോ ഇതൊക്കെ മനസ്സിലാവുക? ഒരു ഡോക്ടറല്ലേ? അതായത് 2023 ജൂലൈ മാസത്തിൽ ആണ് ഈ വേടൻ ഈ കൊച്ചിയിലെ പരിപാടി കഴിഞ്ഞ് വളരെ ക്ഷുഭിതനായി തന്നോട് സംസാരിക്കുകയും തനിക്ക് വേറെ ബന്ധങ്ങളുണ്ടെന്നും തന്റെ ബന്ധങ്ങൾക്ക് നീ ഒരു തടസ്സമാണ് എന്നും വളരെ ടോക്സിക് ആയ റിലേഷൻഷിപ്പാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ട് തന്റെ മുമ്പിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തത് എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം തന്നെ ഡിപ്രഷനിൽ ആയിരുന്നു. പിന്നീട് ഈ വേടത്തെ ഈ അഭിമുഖങ്ങളിലടക്കം തന്റെ ആദ്യ പ്രണയത്തെക്കുറിച്ച് പറയുകയും ആ ഘട്ടത്തിൽ തനിക്ക് മനസ്സിലായി തന്നെ അന്ന് ഉപയോഗിക്കുകയായിരുന്നു, ദുരുപയോഗം ചെയ്യുകയായിരുന്നു ബോധ്യപ്പെട്ട ഒരു ഘട്ടത്തിലാണ് ഈ പരാതിയുമായി വരുന്നതെന്ന് പറയുന്നു. മാത്രമല്ല ഇതൊക്കെയാണ് ആ പെൺകുട്ടിയുടെ മൊഴിയിലുള്ള കാര്യങ്ങൾ. ഇനി ഇതിന്റെ ഫർദർ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്കിന് ഇനി ഇത് കേസുമായിട്ട് ഏത് രീതിയിൽ മുന്നോട്ട് പോകുന്നുള്ളത് ഒരു അഡ്വക്കേറ്റ് പറയുന്നുണ്ട്. അതോടെ ഞാൻ ഇങ്ങോട്ട് നോക്കാം. സുപ്രീം കോടതി വിധികൾ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുന്ന കേസുകളിലൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റാൻഡാണ് ഇതുവരെ കോടതികൾ എടുത്തു വന്നിരുന്നത്. അതില് പല സന്ദർഭങ്ങളിലും മിസ്യൂസ് ചെയ്യുന്നു എന്നുള്ള ഒരു ആരോപണം വന്നിട്ട് സുപ്രീം കോടതി ഈയിടെ കഴിഞ്ഞ ഏപ്രിൽ 2025 ജസ്പാൽ സിംഗ് എന്ന് പറയുന്ന ഒരു കേസിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിരുന്നു. അതായത് വിവാഹ വാഗ്ദാനം നൽകിയിട്ട് വിവാഹം കഴിക്കാതിരിക്കുന്നത് റേപ്പായിട്ട് മാറില്ല. അതിനകത്ത് ഒരു കണ്ടീഷൻ ഉണ്ട്. ആദ്യം മുതൽ ഒരു ചതിക്കാനുള്ള ഇന്റൻഷൻ ഉണ്ടായിരുന്നെങ്കിൽ മാത്രമേ അത് റേപ്പ് എന്നുള്ള അല്ലെങ്കിൽ അറ്റംപ്റ്റ് റേപ്പ് ഏതെങ്കിലും ഒരു ഒഫൻസ് വരണമെങ്കിൽ ഈ പരസ്പര സമ്മതത്തോടുകൂടിയുള്ള ബന്ധമാണെങ്കിൽ അത് വരില്ല. ഒരു ഭാഗത്തു നിന്ന് ചതിക്കണമെന്നുള്ള ഉദ്ദേശം ആദ്യം മുതൽ ഉണ്ടായിരുന്നെങ്കിൽ മാത്രമേ റേപ്പ് അലിഗേഷൻസ് നിൽക്കൂ. വിവാഹത്തിന് ഏർപ്പെടാനുള്ള ഒരു ഇന്റൻഷനോട് കൂടി ആയിരുന്നു അല്ലെങ്കിൽ അത് പരസ്പര സമ്മതത്തോടു കൂടി ആയിരുന്നു എങ്കിൽ ഈ റേപ്പ് അലിഗേഷൻസ് പിന്നീട് നിൽക്കില്ല എന്ന് പറഞ്ഞ് ജസ്റ്റിസ് ജി വി നാഗരത്നെയും ജസ്റ്റിസ് എസ് ശർമ്മയും ഉൾപ്പെടുന്ന ഒരു ബെഞ്ചാണ് ഉത്തരവിട്ടിരിക്കുന്നത്. അപ്പോൾ അലിഗേഷൻസ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പോലീസ് കേസ് എടുക്കാൻ ബാധ്യസ്ഥരാണ്. കാരണം നോൺ ബെയിലബിൾ ആയിട്ടുള്ള കേസാണ്, കോടതിക്കാണ് ബെയിൽ കൊടുക്കാൻ കഴിയും. അപ്പോൾ കോടതിയിൽ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യേണ്ടതുണ്ട്, അന്വേഷണം നടത്തേണ്ടതുണ്ട്. പക്ഷേ അതിനകത്ത് ഈ പറയുന്ന സുപ്രീം കോടതിയുടെ മാനദണ്ഡങ്ങൾ നോക്കിയിട്ട് എന്തുകൊണ്ടാണ് ആരാണ് ആരോപണം ഉന്നയിക്കുന്നത്, ആരോപണം ഉന്നയിക്കുന്ന ആളുടെ വിവരം നല്ല വിദ്യാഭ്യാസവും വിവരം ഉള്ള ഒരാളാണെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും നാൾ വെയിറ്റ് ചെയ്തു എന്നൊക്കെയുള്ള ചോദ്യം വരും. കോടതിയുടെ മുന്നിൽ വരുമ്പോൾ അതിന് തക്കതായിട്ടുള്ള കാരണങ്ങൾ കാണിക്കേണ്ടതുണ്ട്. അതായത് വെറുതെ രണ്ടുപേര് പരസ്പര സമ്മതത്തോടു കൂടി ബന്ധത്തിലായിരുന്നെങ്കിൽ പിന്നീട് വിവാഹം കഴിക്കേണ്ട എന്ന് തീരുമാനിച്ചാൽ അത് ഒരു റേപ്പായിട്ട് മാറുന്നില്ല എന്നാണ് സുപ്രീം കോടതി പറയുന്നത്. അപ്പോൾ ഈ കേസിന്റെ വസ്തുതകൾ പരിശോധിക്കുമ്പോൾ മാത്രമേ അതിനകത്ത് ആക്ച്വലായിട്ടൊരു ഒഫൻസ് നടന്നിട്ടുണ്ടോ എന്ന് പറയാൻ കഴിയൂ. കേട്ടല്ലോ, ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് സുപ്രീം കോടതി തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. രണ്ടുപേരുടെ സമ്മതത്തോടുകൂടി തന്നെ നടന്നിരിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ അത് വിവാഹ വാഗ്ദാനം തന്നു ഇതുപോലെ ഇങ്ങനെ ചെയ്തു എന്നുള്ള ആ ഒരു കാര്യത്തിൽ പരിഗണിക്കാൻ പറ്റൂല. ഓക്കെ, ഇതുപോലെ ആ ഒരു പരിപാടി ചെയ്തു എന്നുള്ളത് പരിഗണിക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് കോടതി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, കോഴിക്കോട് ഇവരുടെ അവിടെ നേരിട്ട് ചെന്നിട്ടാണെങ്കിൽ സമ്മതമില്ലാതെ ശരീരത്തെ തൊടുകയും അതിനുശേഷം 3 ദിവസം ഒരുമിച്ച് താമസിക്കുക, പിന്നീട് അവിടെ ഇവിടെ എല്ലാ സ്ഥലത്ത് പോവുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കിന് ഇത് പരസ്പര സമ്മതം ഇല്ലാഞ്ഞിട്ടാ ഇത് കോടതിയിൽ നിലനിൽക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പിന്നെ ഈ തൊട്ടേനും പിടിച്ചതിനും ഒക്കെ ഇങ്ങനെ കയറ് പൊട്ടിക്കുന്ന കുറെ ആൾക്കാരെ ഞാൻ കണ്ടു. വേടൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേത് മാങ്ങ തേങ്ങ ചക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് 2 വർഷം മുന്നേ ഉള്ളൊരു കാര്യമാണ്. ആ സമയത്ത് തീർന്നു പോയൊരു കാര്യമാണ്. ആ പെൺകുട്ടീനെ ഒരു റെസ്പെക്ട് ഇല്ലാതെ സംസാരിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ ഇതിനകത്ത് അറിയാലോ, വേടനെതിരെ ഏതൊക്കെ രീതിയിൽ പണി കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്ന ഇവിടുത്തെ കുറച്ച് ടീംസ് ഉണ്ട്. ഇനി അവരാരെങ്കിലും ഇത് കുത്തിപ്പൊക്കൊണ്ട് വന്നതാണോന്നും എനിക്കറിയത്തില്ല. പക്ഷേ നിയമത്തിന്റെ മുന്നിൽ, കോടതിയുടെ മുന്നിൽ ഇപ്പൊ ഈ പറഞ്ഞത് പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 പേർക്ക് സമ്മതമില്ലാതെ ചെയ്തേക്കുന്ന ഒരു കാര്യം ഇത്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കാം. നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ എന്തായാലും താഴെ കമന്റ് ബോക്സിൽ പറയാം. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ശരി, ബൈ.